BJP-ക്ക് 400 സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് അവരുടെ ഒരു എന്താ പറയാ അതിര് കടന്ന വ്യാമോഹമാണ്. 400 സീറ്റ് കൂടുതൽ ഇന്ത്യയിൽ ആർക്കാ കിട്ടിയിട്ടുള്ളത്? രാജീവ് ഗാന്ധിക്കാണ്. അത് കിട്ടാൻ കാരണം എന്താണ്? നരേന്ദ്രമോദിയെക്കാട്ടും അന്ന് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന നേതാവാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ദാരുണമായി കൊല ചെയ്യപ്പെടും. അത് ദേശദ്രോഹിയാണ്. അതുണ്ടാക്കിയൊരു വേവ് ഉണ്ട്. ആ വേവിൽ പാൻ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് തൂത്തുവാരുകയുണ്ടായി. അങ്ങനെയാണ് അന്ന് കോൺഗ്രസിന് അനുകൂലമായി 400 സീറ്റൊക്കെ വന്നത്. അതൊന്നും വരാൻ പോകുന്നില്ല. ഇത് മാത്രമല്ല, വലിയ രീതിയിലൊന്നും BJP തന്നെ മെച്ചപ്പെടുത്താനും പോകുന്നില്ല. ഇപ്പൊ ഉള്ള സീറ്റുകൾ കൺസോൾട്ടേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJP കിട്ടും എന്നല്ലാതെ ഈ പറഞ്ഞ 400 സീറ്റ് ഒന്നും നേടാൻ പോകുന്നില്ല. അത് BJP മുന്നോട്ട് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു. അത് മുന്നോട്ട് വെച്ച സമയത്ത് അതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു ഫീലും ഉണ്ടായിരുന്നു. കാരണം അന്ന് ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ BJP അനുകൂലമായി ദേശീയ തലത്തിൽ തന്നെ ഭയങ്കര കൺസോൾട്ടേഷൻ ഉണ്ടായി. കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ട്. എന്നാൽ മോഡി എല്ലാം വലിയ കോൺഫിഡൻസിലായിരുന്നു. അതിന് ഇപ്പൊ അങ്ങനെ ആ രീതിയിൽ 400 സീറ്റ് പറയുന്നില്ല. അപ്പൊ 400 സീറ്റ് പറയുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പം ആന്റി മുസ്ലിം റിട്ടോറിക് ഒന്നും ഇത്തിരി ശക്തമായിട്ട് BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലായിരുന്നു. കാരണം ഈ 400 സീറ്റ് കിട്ടുമ്പോൾ മറ്റു ജനവിഭാഗങ്ങളുടെ കൂടി ഒരു പിന്തുണ ആവശ്യമുണ്ട്. എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ഈ പറയുന്ന കിഴക്കൻ ഇന്ത്യൻ പ്രദേശങ്ങളിലാണെങ്കിലും. അപ്പം ഈ പറയുന്ന ആന്റി മുസ്ലിം റട്ടറൊക്കെ ഇങ്ങനെ കൂടി വരുന്നതിന് കാരണം എന്ന് വെച്ചാൽ നിലവിലുള്ള അവസ്ഥ തുടരാമെങ്കിൽ പോലും വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഫീലാണ്. പിന്നെ 400 സീറ്റ് മോഡി പറഞ്ഞ സ്ഥിതിക്ക് നിലവിൽ കിട്ടിയ സീറ്റുകളെക്കാട്ടും ഒരു 10-20 സീറ്റെങ്കിലും കൂടിയിട്ടില്ലെങ്കിൽ അത് മൂപ്പർക്ക് ക്ഷീണമാണ്. പണ്ടത്തെ ദിലീപിനെ കൊണ്ട് പറഞ്ഞവരാണ്. ദിലീപിന്റെ എല്ലാ പടങ്ങളും ഹിറ്റായിരുന്നു. അപ്പൊ അതുകൊണ്ട് ദിലീപിന്റെ പടം ഹിറ്റ് ആകുന്നത് ചർച്ചയായിരുന്നില്ല. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും അവസാനം ഇറങ്ങിയിട്ടുള്ള ഈ ശൃംഗാരവേല തുടങ്ങിയ സിനിമ അതൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് ചർച്ചയായി. ഈ ഗരുഡ് എന്ന സിനിമ ഉണ്ട്, ഇൻസ്പെക്ടർ, അത് ജസ്റ്റ് ഹിറ്റ് മാത്രമായി പോയി. അതുകൊണ്ട് തരംഗ ഒരു ചർച്ചയായില്ല. അപ്പൊ കുഞ്ചാക്കോവന്റെ ഒരു പടം ഹിറ്റായാലും അന്ന് അത് വലിയ ന്യൂസ് ആയിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ആഷിഖ് കപൂറിനെ പോലുള്ള സംവിധായകരുടെ ഒരു പടം ഹിറ്റായാലും അന്ന് ചർച്ചയായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ജോഷി സാറിന്റെ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയാലേ ചർച്ചയാവുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ഒരു ഹിറ്റ് പടം ജോഷി സാറെല്ലാം മിക്ക പടങ്ങൾ ഹിറ്റാണ്, ഫ്ലോപ്പായ പടങ്ങൾ വളരെ കുറവാണ്. ജോഷി സാറിന്റെ പടം ഹിറ്റ് അല്ല സിദ്ദീഖിന്റെ ഒരു പടം മരിച്ചുപോയി, ഹിറ്റ് ആയാലും ചർച്ച ഒന്നും ആവില്ല. സിദ്ദീഖിന്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറി കഴിഞ്ഞാലേ ചർച്ചയാവുള്ളൂ. അപ്പൊ അതുപോലെ മോഡിയെ സംബന്ധിച്ചിടത്തോളം വിജയം മോഡിക്ക് ഒരു ശീലമാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഇന്ന് വരെ. പിന്നെ അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിൽ വരികയും ചെയ്തു, അധികാരം നിലനിർത്തുകയും ചെയ്തു. അപ്പൊ ആ ഒരു ഘട്ടത്തില് വിജയം അദ്ദേഹത്തിന് സാധാ വിജയം പോലെ ഒരു വലിയൊരു വിജയമാണ്. പക്ഷെ അത്രയും വലിയ വിജയത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര വലിയ വിജയത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി ഒരു പുതുമ കൊണ്ടുവരാൻ പറ്റണം. ഇപ്പൊ ഒന്നാമത്തെ ഘട്ടത്തിൽ വന്ന സമയം തൊട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രോമിസസ് ഫുൾഫിൽ ചെയ്തു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇനി എന്താണ് പുതിയ ഒരു പ്രോമിസ് വെക്കാനുള്ളത്? പിന്നെ യൂത്തിനെയൊക്കെ വൻതോതിൽ ഇനി പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കണമെങ്കിൽ തൊഴിലില്ലായ്മ മുൻപത്തെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഭീകരമായി കൂടിയെന്നുള്ള അനുഭവം നമുക്കില്ല. പക്ഷെ എങ്കിലും പോലും കണക്കുകളനുസരിച്ച് തൊഴിലില്ലായ്മ വലിയ രീതിയിലുണ്ട്. അപ്പം അല്ലെങ്കിൽ പിന്നെ അണ്ടർ എംപ്ലോയ്മെന്റ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഒരാൾക്ക് വലിയൊരു ഉയർന്ന തൊഴിൽ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും, അതിന് യോഗ്യത ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് കിട്ടുന്ന ജോലി അയാളുടെ പിന്നെ എന്താ പറയാ അയാളുടെ യോഗ്യതയ്ക്ക് ഒത്തുള്ളതല്ല, വളരെ കുറഞ്ഞ സാലറിയുള്ള ചെറിയ ജോബ്സ് ആണ്. ഇത്തരം പ്രശ്നങ്ങളല്ലേ റിലേറ്റീവ് പോപ്പർട്ടി, വലിയ ദാരിദ്ര്യമല്ല, ആളുകളെ തമ്മിലുള്ള ദാരിദ്ര്യത്തിന്റെ തോത് കൂടുതലാണ്. അതായത് സമ്പദ് വിതരണത്തിലുള്ള അസമത്വത്തിന്റെ തോത് വളരെ കൂടുതലാണ്. ഇത്തരം ചില പ്രശ്നങ്ങൾ കൂടി അഡ്രസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇനി ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിലേക്ക് മോഡിക്ക് പോകാൻ പറ്റില്ല. ഈ 400 സീറ്റ് നമ്മൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 400 സീറ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ BJP മാന്യമായി തന്നെ അവരുടെ ഭൂരിപക്ഷം നിലനിർത്തും.